നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലബാറി ചിക്കൻ കറിയാണ്. നല്ല കിടിലനായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് ഇത്. ഒരു തവണയെങ്കിലും ഈ മലബാറി ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങാപ്പാലിൻ്റെയും അതുപോലെ തന്നെ കറിവേപ്പിലയുടെയും എല്ലാം നല്ലൊരു ഫ്ലേവർ വരുന്ന നല്ല കിടിലൻ ചിക്കൻ കറിയാണിത്. ചപ്പാത്തി, പത്തിരി, ഇടിയപ്പം, ദോശ ഇവയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ മലബാറി ചിക്കൻ കറി. ഗീ റൈസിൻ്റെ കൂടെയും നമ്മുടെ ഈ മലബാറി ചിക്കൻ കറി നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ ഗീ റൈസും മലബാർ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഈ മലബാറി ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാട്ടോ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്കെങ്ങനെ ഇൻസ്റ്റൻറ്റ് മലബാർ ചിക്കൻ കറി പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മലബാരി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഈ പ്രഷർ കുക്കറിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് വേണ്ടത്. മലബാർ ചിക്കൻ കറിയിൽ നമുക്ക് വെളിച്ചെണ്ണ ആട്ടോ വേണ്ടത്. അത്യാവശ്യം എണ്ണ തന്നെ ഒഴിക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാട്ടോ ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ എണ്ണ ചൂടായി വരട്ടെ. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഹോൾ സ്പൈസസ് ചേർക്കാം. ഞാനിവിടെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു 4-5 ഗ്രാമ്പും 1/2 ഇഞ്ച് നീളമുള്ള പട്ടയുടെ പീസും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ചേർക്കാം. നമ്മുടെ ഈ മലബാറി ചിക്കൻ കറിയിൽ നമ്മൾ ഗരം മസാല പൗഡർ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില നന്നായിട്ട് തന്നെ ചേർക്കണം നമ്മുടെ ഈ ചിക്കൻ കറിയിൽ. ഇനി നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണിത്. ഇനി ഇതിലോട്ട് ഞാൻ സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിൽ 2 സവാള എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് പാനിലോട്ട് ചേർക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. കല്ലുപ്പാട്ടോ ഞാൻ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കുന്ന മലബാർ ചിക്കൻ കറിയില്ലേ. അപ്പോൾ നമുക്കിനി ഈ പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് വഴന്നു വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് തേങ്ങയുടെ 1-ാം പാലാണ്. 1-ാം പാൽ നമുക്കൊരു 3/4 കപ്പ് 1-ാം പാൽ വേണം. ഇത് 2-ാം പാലാണ്. ഒരു 1.5 കപ്പ് 2-ാം പാൽ. ഇനി 1 കപ്പ് ആയാലും മതി കേട്ടോ. നമ്മൾ പ്രഷർ കുക്കറിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 1 കപ്പ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1/2 കിലോ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. ചിക്കനെ ഞാൻ ചെറിയ പീസുകളാക്കിയിട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ബോണോട് കൂടിയുള്ള പീസും ബോൺലെസ് പീസുകളും ഉണ്ട്. ഒരു വിസിൽ പോയതിനു ശേഷം നമ്മുടെ കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ട്. ഞാൻ കുക്കർ തുറക്കണം. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വഴറ്റി നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമ്മുടെ കറി ഒന്ന് തിക്കായി വരുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് അങ്ങ് മാഷ് ചെയ്തെടുക്കുകയും ചെയ്യരുത്. ഇടയ്ക്ക് ഒരു സവാളയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പകുതി ഭാഗം മാഷ് ചെയ്തെടുക്കാം. ഇനി വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്താലും മതി. പക്ഷേ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്നില്ല ഞാൻ. നമ്മളിങ്ങനെ മാഷ് ചെയ്തെടുക്കുന്ന ടേസ്റ്റ് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്താൽ കിട്ടില്ല. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ കറിയായിട്ട് ഇത്. എന്നാലും ടേസ്റ്റിലൊരു മാറ്റം ഉണ്ടാവില്ല. നമ്മൾ സാധാരണ പാനിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ ഞാൻ നമ്മുടെ സവാളയൊക്കെ ഒരു 3/4 ഭാഗം മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഇനി ഒരു വിസിലും കൂടെ നമ്മൾ ചിക്കൻ ചേർത്തിട്ട് പോകുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ കുക്കാവും. എന്നാലും കുറച്ച് പീസസ് ഒക്കെ കാണും കേട്ടോ. ഇനി നമുക്കിതിലോട്ട് സ്പൈസസ് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എത്രത്തോളം സ്പൈസി ആവണോ അതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ റെഗുലർ ചില്ലി പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർക്കാം. 2-ാം പാലാണ് വേണ്ടത്, 1-ാം പാലല്ല. അത് അവസാനം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഓൾറെഡി നമ്മൾ കുറച്ച് ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ കറിയിലോട്ട് മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, ഗരം മസാല ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ ഹോൾ സ്പൈസസ് ചേർത്തില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ചിക്കൻ്റെ ഫ്ലേവർ ആയിരിക്കും കൂടുതൽ വരിക. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ, കറിവേപ്പില അതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. വെളിച്ചെണ്ണയുടെയൊക്കെ നല്ല ഫ്ലേവർ ആയിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. 1 വിസിൽ വരുന്നത് വരെ കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് കാഷ്യൂനട്ട് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടത്. ഞാനിവിടെ ഒരു 10-15 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇടുകയാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് നന്നായിട്ട് തന്നെ പൗഡറായി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് തന്നെ നമുക്ക് നമ്മുടെ കറിയിലോട്ട് ചേർക്കാം, അല്ലെങ്കിൽ നമുക്കിതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അരച്ച് പേസ്റ്റ് ആക്കാം. ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. വീണ്ടും അരച്ച് വെച്ചിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അവസാനം നമ്മുടെ കറിയിലോട്ട് ചേർക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് ഇങ്ങനെ ഇരിക്കട്ടെ, പ്രഷർ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു വിസിൽ പോയതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ എടുക്കുന്നതെങ്കിൽ ചിക്കൻ ഓവർ കുക്ക് ആവില്ല കേട്ടോ. അതിന് പകരമായിട്ട് നമ്മൾ 2-3 വിസിലൊക്കെ പോകുകയാണെങ്കിൽ ചിക്കൻ ആകെ ഉടഞ്ഞു പോകും. ഇനി ഇങ്ങനെ ഉടഞ്ഞ പോലത്തെ ചിക്കനാണ് വേണ്ടതെങ്കിൽ 2 വിസിലൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബ്രോയിലർ ആയതുകൊണ്ടാണ്. ഇനി നാടൻ കോഴിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 4-5 വിസിൽ പോകേണ്ടി വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ട്. ഇനി ഞാൻ കുക്കർ തുറക്കുകയാണ്. ഇതിൽ എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിടിലൻ മലബാർ ചിക്കൻ കറിയുടെ ഒരു 1/4 ഭാഗത്തെ പ്രോസസ്സിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള 1-ാം പാലുണ്ടല്ലോ, അത് ഈ കുക്കറിലോട്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ള. ഈ 1-ാം പാലൊക്കെ വരുമ്പോൾ തന്നെ കളറ് ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് കാഷ്യൂനട്ട് പേസ്റ്റ് ചേർക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് പേസ്റ്റാണ്. ഈ കാഷ്യൂനട്ട് പേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്താൽ നമ്മുടെ കറി അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ പീസസ് ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഒരു പീസിൽ വരുന്നത് വരെ മാത്രമേ ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളൂ. പീസസ് ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇനി ചെറുതായിട്ട് ഒരു തിള വരട്ടെ. നന്നായിട്ട് തിളക്കരുത്. 1-ാം പാല് ചേർത്താൽ ഒരുപാട് തിളക്കരുതേ. ഇത് ഒരു ഒഴിച്ചു കറി പോലെ കേട്ടോ. ഇവിടെ കുറച്ച് വെള്ളം വേണം, എന്നാലും അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ടേനു നമ്മുടെ ഇതിൻ്റെ ഗ്രേവി. ഇപ്പോൾ നമ്മുടെ കറി ചെറുതായിട്ടൊരു തിള വരുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ഫൈനൽ ടച്ച് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണേ. നമുക്ക് വിനാഗിരി ഒഴിക്കാം. 1 ടീസ്പൂൺ വിനാഗിരി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില വേണ്ടത്. നമ്മൾ നേരത്തെ 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി 2 തണ്ട് കൂടെ ഇടുന്നുണ്ട്. ഈ കറിയിൽ കറിവേപ്പിലയുടെ നല്ല ഫ്ലേവർ വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി ഞാനിത് അടച്ച് വെക്കാണ്. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ കുക്കർ തുറന്നാൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ല കിടിലനായിട്ടുള്ള മലബാരി ചിക്കൻ കറി റെഡിയാവും. ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല, ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 15 മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ 15 മിനിറ്റ് അടച്ചു വെക്കുന്ന സമയത്ത് കുക്കറിൻ്റെ അകത്ത് പ്രഷർ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ഇത് ഇടയ്ക്കൊന്ന് പൊക്കി കൊടുക്കണം നമ്മുടെ വെയിറ്റ്, അല്ലെങ്കിൽ വെയിറ്റ് എടുത്ത് മാറ്റി വെച്ചാൽ മതി. നമുക്ക് കുക്കർ തുറക്കാം. എണ്ണയ്ക്ക് മുകളിൽ സെപ്പറേറ്റ് ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ കറി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെ കേട്ടോ ഇത്. പത്തിരി, അതുപോലെ തന്നെ ഇടിയപ്പം, ചപ്പാത്തി, ഗീ റൈസ്, ഇവിടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആട്ടോ ഈ നമ്മുടെ മലബാർ ചിക്കൻ കറി. ചിക്കൻ അങ്ങനെ ഉടഞ്ഞു വന്നിട്ടൊന്നുമില്ല, എന്നാലും ചിക്കൻ കുക്കായിട്ടുണ്ട്. നമ്മൾ 1 വിസിൽ പോകുന്നത് വരെ കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ മലബാർ ചിക്കൻ കറിയാണ്. ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.